ഞങ്ങൾക്ക് CM-നെ ഒന്ന് കാണണം. ആ അതിനെന്താ, CM-നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കണ്ടൂടെ? ദേവിക MLA കൂടെ അല്ലേ? ഇന്ന് 4 മുതൽ അദ്ദേഹം ഓഫീസിലുണ്ടാവും. അങ്ങനെയല്ല സർ, അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണണം. അരമണിക്കൂർ സമയം കിട്ടണം. പ്രൈവറ്റ് മീറ്റിംഗ് ആണോ? അതേ രാധാകൃഷ്ണ. രാധാകൃഷ്ണനല്ലേ CM-ന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നത്. രാധാകൃഷ്ണൻ ഒന്ന് പറയണം. ഇപ്പോ CM വീട്ടിലായിരിക്കുമല്ലോ, അവിടെ ഒന്ന് വിളിച്ചു പറയാമോ? ഞങ്ങൾ അങ്ങോട്ട് പോവാം. നന്ദന്റെ കാര്യം സംസാരിക്കാനാണോ? അതെ സർ. നടക്കില്ല. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയായിരിക്കുക. ഒന്നിനു പുറകെ ഒന്നായി എന്തൊക്കെ ആരോപണങ്ങളാണ്. മാലിന്യ പ്ലാന്റിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാട് ആദ്യം അംഗീകരിക്കാത്തത് കാരണം പാർട്ടി പൊതുവെ ദേവികയുടെ അകൽച്ചയിലാണ്. പ്രൈവറ്റ് മീറ്റിംഗിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. രാധാകൃഷ്ണൻ, വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂയാണ്. നന്ദനെ കുറിച്ച് യാതൊരു അറിവുമില്ല. പോലീസാണെങ്കിൽ അന്വേഷണത്തിൽ ജാഗ്രത കാണിക്കുന്നുമില്ല. സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി സർ. ഇനി CM വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഒരു റിക്വസ്റ്റ് വെക്കാനാ. എന്തോന്ന്? SIT-യോ? കൊള്ളാം. മുഖ്യമന്ത്രിയോട് ചെന്ന് പറഞ്ഞാ മതി, ഉടൻ SIT പ്രഖ്യാപിക്കും. ഇസബെല്ല എന്ന പെണ്ണിനെയും നന്ദനെയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത CM-ന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് പാർട്ടിക്ക് തലവേദനയായിരിക്കാം. ഈ ഒരു കാര്യത്തിനായിട്ടാണെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നില്ല. രാധാകൃഷ്ണ, നടക്കില്ല. എനിക്കിന്ന് ഒരുപാട് വിസിറ്റേഴ്സ് ഉള്ള ദിവസം കൂടിയാ. അല്ല സർ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മതിയടോ രാധാകൃഷ്ണ, തന്റെ ആളല്. എന്താ വിളിച്ചത്? ഇടോന്നോ? ആ, പഴയ സഹപ്രവർത്തകനായിരിക്കും, പക്ഷെ ഞാനിപ്പോ മിനിസ്റ്ററാ. ആ ഒരു മര്യാദയിൽ വേണം സംസാരിക്കാൻ. പക്ഷേ മിനിസ്റ്ററായിട്ടല്ല, ഒരു ഗുണ്ടായിട്ടാ താൻ എന്നോട് സംസാരിച്ചത്. തനിക്കപ്പോ ആ ലെവലിലുള്ള സംബോധന മതി. തന്നെ പോലുള്ള ഉപദേശകരാടോ പല മുഖ്യമന്ത്രിമാരുടെയും പേര് നശിപ്പിക്കുന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പദവിയെ മറയാക്കുന്ന തന്നെ പോലുള്ളവരാ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ശാപം. ഞങ്ങൾ വന്നപ്പോഴേ തനിക്ക് കാര്യം മനസ്സിലായി അല്ലേ? അതുകൊണ്ടാ ആദ്യമേ ദേവിയെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിച്ചു പറഞ്ഞത്. ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായൽ ഉറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരല്ലടോ നമ്മള്. തന്നെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. എന്നിട്ടും മോള് വാ, നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ CM-നെ കാണാം.